അങ്ങനെ നേടിയാൽ മാത്രമേ സമൂഹത്തിൽ ജൈവ ബുദ്ധിജീവികൾ ഉണ്ടാകൂ. കുട്ടിക്കാലത്ത് തന്നെ അടിയുറച്ച വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ സമൂഹത്തിൽ ജൈവ ബുദ്ധിജീവികൾ ഉണ്ടാവുകയുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ചിന്താശേഷിയുള്ള ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ചിന്തയെ തളർത്തുന്നതാണ് പുതിയ വിദ്യാഭ്യാസം. അപ്പൊ അതാണ് ആ ലേഖനം വന്നു. ഇതിൽ പറയുന്നൊരു കാര്യം, ടി കെ രാമേന്ദ്രൻ പറയുന്നൊരു കാര്യം, 80കളിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ 500ഓളം ആളുകൾ പങ്കെടുത്തൊരു യോഗം ചേർന്നു. ഈ 500ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായ 7 രാജ്യങ്ങളുടെ G7 രാജ്യങ്ങളുടെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ 7 രാജ്യങ്ങളുടെ ഭരണാധികാരികളും 150ഓളം മൾട്ടിനാഷണൽ കോർപ്പറേഷന്റെ മേധാവികളും ലോക ബാങ്ക്, IMF പോലെയുള്ള സാമ്രാജ്യത്വ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള 500ഓളം പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെ കുറിച്ച്, എങ്ങനെയുള്ള വിദ്യാഭ്യാസം ആകണം എന്ന ഗൗരവമായ ചിന്ത ഉണ്ടാവുന്നത്. അതിന് 1980 തന്നെ യുനെസ്കോ പാരീസ് സംഘടിപ്പിച്ച സെഷന്റെ 21ാം സെഷനിൽ വരുംകാലത്തെ വിദ്യാഭ്യാസം എങ്ങനെയാവണം എന്ന ചർച്ച നടക്കുകയുണ്ടായി. അങ്ങനെയുള്ള വരുംകാലത്തെ വിദ്യാഭ്യാസം രൂപപ്പെടുന്നത് ലോക മുതലാളിത്തത്തിന് യാതൊരു ഭീഷണിയുമില്ലാത്ത ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ 25% ആളുകൾ ഉന്നത വിദ്യാഭ്യാസം നേടുക, ബാക്കി 75% ആളുകൾ കേവല വിദ്യാഭ്യാസം മാത്രം വാങ്ങി ഇതുപോലെ തൊഴിൽ പരിശീലനങ്ങളിലേക്ക്, സ്കിൽ പരിശീലനത്തിലൂടെ മുന്നേറുക എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നവരാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് 1987 യുനെസ്കോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിന്റെ പേര് ദി കണ്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം. ആ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം ഉണ്ടാവേണ്ടത് എന്ന് ഷാർട്ടോ റസ്സേക്കും ജോർജ് ബൈഡനും ചേർന്ന് എഴുതിയ ആ പുസ്തകമാണ് DPEPയുടെയും NEP 2020ന്റെയും ബൈബിൾ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ഗീത.